അധ്യായം 8. കേരള നവോത്ഥാനത്തിൽ ലത്തീൻകാർ. കേരള നവോത്ഥാനത്തിൽ ലത്തീൻകാർക്കുള്ള സംഭാവനകളെ പറ്റിയാണ് ജോൺ ഓച്ചന്തുരുത്തിൻ്റെ ഈ ലേഖനം. പോർച്ചുഗീസ് കാലം മുതൽക്ക് കേരളത്തിലെത്തിയ ലത്തീൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ് പിന്നീടുണ്ടായ നവോത്ഥാനങ്ങൾക്ക് പ്രേരണയായതെന്ന് ഡോക്ടർ ജോൺ വിലയിരുത്തുന്നു. അച്ചടി വിദ്യയുടെ ആവിർഭാവവും അതിൻ്റെ സഹായത്താൽ സുവിശേഷത്തിലൂടെ വളർന്നു കയറിയ നവീനാശയ പ്രചാരവുമാണ് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ചൈതന്യമായി പ്രവർത്തിച്ചത്. ഭാരതീയ നവോത്ഥാനത്തിനും അച്ചടിയുടെ മാസ്മര പ്രചാരം ഉത്തേജനം നൽകി എന്നതാണ് യാഥാർത്ഥ്യം. പോർച്ചുഗീസ് മിഷണറിമാരുടെ ആവിർഭാവത്തോടെയാണ് അന്നത്തെ സംഭാഷണ ഭാഷ എഴുത്ത് ഭാഷയാക്കുന്നതിനുള്ള പരിശ്രമത്തിൽ മലയാള ലിപി രൂപം കൊണ്ടത്. ചുരുക്കത്തിൽ ലത്തീൻ മിഷണറിമാർ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അച്ചടിശാലകൾ എന്നിവയെല്ലാം വഴി പാശ്ചാത്യ വിദ്യാഭ്യാസവും നവീനാശയങ്ങളും പ്രചുരമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെ കേരളീയർ മൊത്തത്തിലും ക്രൈസ്തവർ പ്രത്യേകമായും പ്രബുദ്ധതയുടെ യുഗത്തിലേക്ക് കടന്നുവന്നു എന്ന് ഡോക്ടർ ജോൺ ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. കേരള നവോത്ഥാനത്തിൽ ലത്തീൻ കത്തോലിക്കർ. ആരാധനാക്രമത്തിൽ ലത്തീൻ ഭാഷയും റോമൻ രീതികളും അനുഷ്ഠിക്കുന്ന ക്രൈസ്തവരെ വിളിക്കുന്ന പേര്. ഉത്തരം ലത്തീൻ കത്തോലിക്കർ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. ഉത്തരം പാപ്പ. ജാതിഘടനയിൽ നിന്ന് നസ്രാണികളെ അറുത്തുമാറ്റാൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് അലൈഷ്യൂ മെത്രാപ്പോലീത്ത നടത്തിയ സുനഹദോസ് ഏത്? ഉത്തരം ഉദയംപേരൂർ സുനഹദോസ്. 1653 നടന്ന നസ്രാണി വിപ്ലവം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം കൂനൻ കുരിശു സത്യം. എപ്രകാരമാണ് വടക്കുനോക്കി യന്ത്രം, വെടിമരുന്ന്, അച്ചടി, കടലാസ് എന്നിവയുടെ കണ്ടുപിടുത്തം യൂറോപ്യൻ നവോത്ഥാനത്തിന് കളമൊരുക്കിയത്? ഉത്തരം വടക്കുനോക്കി യന്ത്രം പുതിയ സാഹസിക യാത്രകൾക്കും വെടിമരുന്ന് ഏകീകരണത്തിനും അച്ചടിയും കടലാസും വിജ്ഞാന വിസ്ഫോടനത്തിനും വഴിമരുന്നിട്ടു. മലയാള ലിപി രൂപം കൊള്ളുന്നതിന് മുമ്പ് നമ്മുടെ എഴുത്തുകൾ എപ്രകാരമായിരുന്നു? ഉത്തരം വട്ടെഴുത്തിലും കോലെഴുത്തിലും. ആദ്യമായി മലയാളം ടൈപ്പുകൾ നിർമ്മിച്ച് കുമ്പന്തി എന്നറിയപ്പെടുന്ന സംക്ഷേപ വേദാർത്ഥം മലയാളത്തിൽ യഥാർത്ഥത്തിൽ തയ്യാറാക്കിയതാര്? ഉത്തരം കർമ്മലീത്ത മിഷണറി ക്ലെമന്റ് പിയാനിയോസ്. പോർച്ചുഗീസുകാരോടൊപ്പം ലത്തീൻ മിഷണറിമാർ കേരളത്തിലെത്തിയ കാലത്ത് ഇവിടെ പ്രചാരത്തിലിരുന്ന പരമ്പരാഗതമായ വിദ്യാഭ്യാസ സമ്പ്രദായം എന്തായിരുന്നു? ഉത്തരം ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നീ ഷഡ്ഗങ്ങളിലും വേദാന്തം, തർക്കം, മീമാംസ തുടങ്ങിയ ശാസ്ത്രങ്ങളിലുമുള്ള സംസ്കൃത ഭാഷാധ്യാപനം. ആധുനിക വിദ്യാഭ്യാസത്തിന് മിഷണറിമാർ അടിത്തറയിട്ടത് കേരള ക്രൈസ്തവരെ ഏത് പാഷണ്ഡതയിൽ നിന്ന് മോചിപ്പിക്കാനാണ്? ഉത്തരം നെസ്തോറിയൻ പാഷണ്ഡത. കൊച്ചിയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ യൂറോപ്യൻ വിദ്യാലയത്തിന്റെ പേരെന്ത്? ഉത്തരം ദൈവമാതാവിന്റെ കലാലയം. വീരമാമൂനിവർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഫാദർ ബെസ്കി. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയർ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.